ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചിരുന്നു KPCCക്ക് ഒരു അധ്യക്ഷനില്ല. ഇന്നലെ അനൗദ്യോഗിക ചർച്ചകളൊക്കെ ഡൽഹിയിൽ നടക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ കാര്യം എന്തായി? ഒരു അധ്യക്ഷൻ ഉടനെങ്ങാനും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഒരു അധ്യക്ഷൻ ഉണ്ടാകില്ല എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റൂ. കാരണം പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്താൻ ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമൊന്നും ആയിട്ടില്ല. ഒറ്റപ്പെരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചർച്ചകൾക്കൊക്കെ ശേഷം മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അടുത്ത ചർച്ച ഇനി ഓണത്തിന് ശേഷമാകുമെന്നാണ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ശരത്ലാൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കോൺഗ്രസുകാർ ഓണം കഴിയുന്നവരെ കാത്തിരിക്കണം പുതിയൊരു നാഥനായി. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെ, ഓണത്തിന് ശേഷം മാത്രമേ ഇനി തുടർ ചർച്ചയുള്ളൂ. അതായത് കാരണം ഇന്നലെ നടന്ന ചർച്ചകൾ, ഇന്നലെ പോർത്തോസ് സമിതിയുടെ ഇടക്കായിരുന്നു രാഹുൽ ഗാന്ധിയായിട്ടും മല്ലികാർജ്ജുന ഖാർഗെയുമായും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുമായിട്ട് VD സതീശൻ ആശയവിനിമയം നടത്തിയത്. എന്നാൽ അതിന് മുമ്പേ തന്നെ KC വേണുഗോപാലുമായിട്ട് അരമണിക്കൂറിലേറെ VD സതീശൻ KPCC അധ്യക്ഷൻ സംബന്ധിച്ച ചർച്ച നടത്തി. എന്നാൽ ഈ കാര്യത്തിൽ ശ്രീലക്ഷ്മി ഒരു തീരുമാനമല്ല, ഒറ്റപ്പേരിലെത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് മടങ്ങും. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുമായിട്ട് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുമെന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര കാര്യത്തിലും കൂടിയാണ് ഈ ചർച്ച എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ KPCC അധ്യക്ഷൻ ഉടനെ തന്നെ വേണമെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കാണുള്ളത്. എന്നാൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു ധൃതിയില്ലാത്ത ഒരു സമീപനമാണ് ഇന്നലെ കാണിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ രാവിലെ തന്നെ അല്ലെങ്കിൽ അതിരാവിലെ തന്നെ ഇവിടെ മെഞ്ഞാന്ന് രാത്രി തന്നെ ചർച്ചകൾക്ക് വേണ്ടി VD സതീശൻ കേരള ഹൗസിൽ എത്തിയെങ്കിലും ഇന്നലെ ഉച്ചവരെ 3 മണിവരെ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ അല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയോ കാണാൻ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരുന്നില്ല. അതിനുശേഷം ഇന്നലെ പോർത്തോസ് സമിതി യോഗത്തിനിടയിലാണ് ഈ ചർച്ച നടന്നത്. ഓണത്തിന് ശേഷം ചർച്ച തുടരാമെന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് VD സതീശനോട് വ്യക്തമാക്കിയത്. അതിന് മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ, അതേപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ അഭിപ്രായം എടുക്കാൻ ദീപാദാസ് മുൻഷി ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഓണത്തിന് ശേഷം ചർച്ച ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പോൾ